MSM എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ ദഅ്വാ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 12 വർഷങ്ങളോളം 11 വർഷങ്ങളായി 12ാമത് 13ാമത് ദഅ്വാ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ദഅ്വാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേയങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരും ഈ സലഫുകളും നമുക്ക് കൈമാറി തന്ന ആദർശമാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, ഈ ആദർശമാണ് MSM ഏറ്റെടുത്തത്. MSM എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളക്കരയിലെ കരിഞ്ഞ മരുന്ന ക്യാമ്പസുകളിൽ നിന്ന് ധാർമ്മികതയുടെ തുരുത്തു പഠിപ്പിച്ച MSM എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മദ്യത്തിന്റെ ചഷകങ്ങളുമായി, മദ്യത്തിന്റെ കുപ്പികളുമായി ക്യാമ്പസുകളിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് തൗഹീദിന്റെയും ആദർശത്തിന്റെയും ധാർമ്മികതയുടെയും രാജ്യസ്നേഹത്തിന്റെയും വിപ്ലവ പാതകൾ പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു ആദർശ പ്രസ്ഥാനം 17ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ചരിത്രത്തിൽ ഇതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോഴിക്കോടിന്റെ മണ്ണിൽ 17ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ക്യാമ്പസുകളിലെ നമ്മുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ധാർമ്മികതയുടെ കരുത്തു പഠിപ്പിച്ച പ്രൊഫ്കോൺ കോഴിക്കോടിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ കീഴിൽ അച്ചടക്കമുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ സമ്മേളനം നമുക്ക് മുന്നിലുണ്ട്. കേരളക്കരയിലെ ആയിരക്കണക്കിന് ഇസ്ലാമിക ബോധമുള്ള ഡോക്ടർമാരെ സൃഷ്ടിച്ച പ്രൊഫ്കോൺ, എഞ്ചിനീയർമാരെ സൃഷ്ടിച്ച പ്രൊഫ്കോൺ കൈകളിൽ ഏലസ് കെട്ടിയും ഉറുക്ക് കെട്ടിയും ആശുപത്രികളിലേക്ക് കടന്നു വരുന്ന രോഗികളോട് ആ മരുന്ന് നൽകുന്നതിന് മുമ്പ് ഏലസിന്റെയും ഉറുക്കിന്റെയും അപകടങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഡോക്ടർമാരെ സൃഷ്ടിച്ച പ്രൊഫ്കോൺ MSM കോഴിക്കോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാർത്ഥികളെ ഒരിക്കലും ഏലസിന്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞ്, ഏലസുകളുടെയും ഉറുക്കുകളുടെയും അപകടങ്ങളെ കുറിച്ച് പറഞ്ഞ് അവരെ തൗഹീദിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർമാരുടെ കൈകളിൽ ജിന്ന് ചികിത്സകളുടെയും ജിന്ന് പൂജയുടെയും ഉപകരണങ്ങൾ കൊടുക്കാൻ ആദർശബോധമുള്ള തൗഹീദിനെ സ്നേഹിക്കുന്ന സംഘടനയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി തലമുറ അനുവദിക്കുകയില്ല എന്ന കാര്യം ഒരു താക്കീതായി തന്നെ അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്കുകൾ, ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മരം വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം വിദ്യാർത്ഥി ഘടകങ്ങൾ ഇനിയില്ല. മരത്തിൽ തണൽ കൊള്ളാൻ വന്ന ഈ കിളികൾ എവിടെ കൂടുകൂട്ടുമെന്ന് സങ്കടപ്പെട്ടവരോട് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ അതിനു വേണ്ടി കണ്ണുനീരൊഴുക്കേണ്ടതില്ല. ഇത്തരം ചില മരങ്ങളുടെ മുരടുകൾ വെട്ടിമാറ്റിയ സ്ഥാനത്തായിരുന്നില്ലേ ചില ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ കൈകൾ മുഖത്തു നോക്കി കൈകൾ ചൂണ്ടി സംസാരിക്കാനുള്ള അവകാശം കിട്ടിയത്? അതുകൊണ്ട് ആ മരത്തിന്റെ മുരട് മുജാഹിദ് പ്രസ്ഥാനം വെട്ടിമാറ്റി എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അവിടെ പുതിയ നാമ്പുകൾ മുളച്ചു വരുമെന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത്തിക്കണ്ണികളെ പറിച്ചു മാറ്റുക, ഇത്തിക്കണ്ണികളെ മാറ്റിവെക്കുക എന്നതൊരു കർഷകന്റെ തൊഴിലാണ്, കർഷകന്റെ അധികാരമാണ്. കാരണം അവന്റെ കൃഷിയെ സംരക്ഷിക്കണം, കളകൾ പറിച്ചു മാറ്റുക. കൃഷിസ്ഥലത്തെ സ്നേഹിക്കുകയും കൃഷിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർഷകരുടെ ബാധ്യതയാണ്. കളയെ പറിച്ചു കളഞ്ഞതും ഇത്തിക്കണ്ണികളെ മാറ്റി നിർത്തിയതും മരത്തിന്റെ മുരട് വെട്ടിമാറ്റിയതായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നാഗ്രഹിച്ച അധികാര കസേരകളോടുള്ള ഈ പ്രേമമുണ്ടല്ലോ, ഈ സ്നേഹമുണ്ടല്ലോ, അർഹിക്കാത്തത് കിട്ടിയ ഈ അഹങ്കാരമുണ്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തോടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത നേതൃത്വത്തോടും മുജാഹിദ് പ്രസ്ഥാനം ആദർശം പഠിപ്പിച്ച കേരളക്കരയിലെ മുജാഹിദുകളോടും വേണ്ട എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സജീവമായ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും എല്ലാ രംഗത്തും അവരെ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.